പക്ഷെ ഒരുപാട് ബ്രാൻഡ്സ്, നല്ല ബ്രാൻഡ്സ് MSMEയിലൊക്കെ നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് ബ്രാൻഡ്സ് ഇന്ന് മാർക്കറ്റിൽ നല്ല സ്പേസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ലൈക്ക് ID, നെല്ലറൊക്കെ പോലത്തെ ബ്രാൻഡുകളൊക്കെ ലൈക്ക് പെട്ടെന്ന് അഡാപ്റ്റേഷൻസ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നല്ല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പാക്കേജിംഗ് ഒക്കെ വളരെ യൂണീക്ക് റീസെന്റ് കേരളം പുട്ടടിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അതായത് ഇത്രയും കാലം UAE ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു ബ്രാൻഡ് കേരളത്തിലേക്ക് റീ എൻട്രി ചെയ്യാണ്. അന്നേരം അവരൊരു ക്യാമ്പയിൻ പോലെ റൺ ചെയ്ത് കേരളം പുട്ടടിക്കുന്നു. സോ അതുപോലെയുള്ള ഇന്നോവേറ്റ് അത് തന്നെ അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പം നിലവിൽ വരുന്ന പണ്ട് കാലത്തൊക്കെ ആളുകൾ വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് സിനിമകളുടെ ടൈറ്റിലിനെ വെച്ചിട്ട് അവരുടെ ബ്രാൻഡിനെ അവർ ചെയ്യുന്ന ഒരു രീതിയൊക്കെ, ഒരു പ്രത്യേക രീതി ഇപ്പം പുഷ്പയിലും റൈഫിൾ ക്ലബിലൊക്കെ അങ്ങനെയുള്ള രീതിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ പലപ്പോഴും ആളുകൾ, നമ്മളിപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ എന്റർപ്രണേഴ്സിന്റെ കേസാണ് അധികം. 2-3 ടീമുള്ള ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണേഴ്സിന്റെ ഗ്രൂപ്പ് പലപ്പോഴും നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ചാൻസസ് കൂടുതലാണ്. കാരണം ലൈക്ക് അവരിരുന്ന് ചർച്ച ചെയ്യും, ഒരു 4ാമത് ഒരാളും കൂടി കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും, പലപ്പോഴും ചെയ്യാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരു സോൾ ഓൺടർപ്രണർ ലൈക്ക് അയാളെ തലയിലായിരിക്കും എല്ലാ ബിസിനസ്സും കിടക്കുന്നത്. മാർക്കറ്റിംഗ് പുള്ളിയായിരിക്കും ചെയ്യുന്നത്, സെയിൽസ് പുള്ളിയായിരിക്കും ക്ലോസ് ചെയ്യുന്നുണ്ടാവുക, പലപ്പോഴും ഓപ്പറേഷൻസ്, HR ഇതൊക്കെ പുള്ളിയായിരിക്കും ചെയ്യുന്നത്. അപ്പം ലീക്കേജസിന് ചാൻസസ് കൂടുതലാണ്. ഒരു ബിസിനസ്സിൽ പല ലീക്കേജസും സംഭവിക്കാം. നമ്മൾ കണ്ണെത്താത്ത രീതിയിൽ ലീക്കേജസ് സംഭവിക്കാൻ നമുക്ക് ചാൻസസ് കൂടുതലാണ്.